ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൂറിസം വകുപ്പിലും ക്ലീൻ കേരള കമ്പനിയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു 2 നോട്ടിഫിക്കേഷൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൻ്റെ പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലാ കാര്യാലയങ്ങളിലേക്കാണ് സെക്ടർ കോർഡിനേറ്റർമാരുടെ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് 50 വയസ്സിന് താഴെയുള്ള വ്യക്തികൾക്കായി വാക്ക്-ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ക്ലാസ് 3 തസ്തികയിൽ നിന്നും വിരമിച്ചവർക്ക് പ്രായപരിധി 65 വയസ്സാണ്. അതാത് ജില്ലകളിലുള്ളവരുടെ അഭാവത്തിൽ മാത്രമേ മറ്റ് ജില്ലകളിലുള്ളവരെ പരിഗണിക്കുകയുള്ളൂ. ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ട സ്ഥലം ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡ്, 2ാം നില, സ്റ്റേറ്റ് മുനിസിപ്പൽ ഹൗസ്, വഴുതക്കാട്, തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ഇൻ്റർവ്യൂ നടക്കുന്ന തീയതി 4/7/2025 രാവിലെ 10 മണി മുതലാണ്. ദിവസവേതനം 800 രൂപയാണ് പെർ ഡേ ലഭിക്കുന്നത്. യാത്രാഭത്ത 150 രൂപ ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ബിരുദം ഉണ്ടായിരിക്കണം. വിരമിച്ച ജീവനക്കാർക്ക് ബിരുദം നിർബന്ധമല്ല. കൂടാതെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിയ ശേഷം ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തതിൽ 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. താല്പര്യമുള്ളവർ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പരിചയം, തിരിച്ചറിയൽ എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും ഓരോ സെറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ടൂറിസം വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗുരുവായൂർ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലാണ് വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പരമാവധി 1 വർഷം കാലയളവിലേക്ക് നിയമനം നടത്തുന്നതിന് യോഗ്യരായ അപേക്ഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് സ്റ്റാഫ് തസ്തികയിലേക്ക് 5 ഒഴിവാണ് വന്നിട്ടുള്ളത്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 5, കുക്ക് 3, അസിസ്റ്റന്റ് കുക്ക് 3, റിസപ്ഷനിസ്റ്റ് 2, കിച്ചൺ മേറ്റി 3 ഇങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ഫുഡ് ആൻഡ് ബീവറേജ് സ്റ്റാഫ് തസ്തികയിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 പാസ്സായിരിക്കണം. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് ഫുഡ് ആൻഡ് ബീവറേജ് സർവീസിൽ 1 വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ളതായ ഹോട്ടലുകളിൽ വെയിറ്റർ അല്ലെങ്കിൽ ബട്ട്ലർ അല്ലെങ്കിൽ ക്യാപ്റ്റനായി കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് പോസ്റ്റാണ്. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷണൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ 1 വർഷത്തെ ഡിപ്ലോമയോ PG ഡിപ്ലോമയോ വിജയിച്ചിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ളതായ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗിൽ 6 മാസത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. അടുത്തത് കുക്ക് പോസ്റ്റിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും കുക്കറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിൽ 1 വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ളതായ ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്കായി കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് അസിസ്റ്റന്റ് കുക്ക് പോസ്റ്റാണ്. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റും 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ളതായ ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്കായി കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് റിസപ്ഷനിസ്റ്റ് പോസ്റ്റാണ്. പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷണൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റും, കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ളതായ ഹോട്ടലുകളിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റായി കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അടുത്തത് കിച്ചൺ മേറ്റി തസ്തികയാണ്. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റും, കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ളതായ ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്കായി കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. സംവരണ വിഭാഗങ്ങൾക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. 1 വർഷത്തേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എഴുത്ത് പരീക്ഷ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക.
അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷകൾ www.kerala-tourism.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ദ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ, ഓഫീസ് ഓഫ് ദ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ, ഫസ്റ്റ് ഫ്ലോർ, ബോട്ട് ജെട്ടി കോംപ്ലക്സ്, എറണാകുളം 682011 എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ്. വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. എഴുത്തുപരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയ്ക്ക് സ്വന്തം ചെലവിൽ ഹാജരാകണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 7/7/2025 വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.